പാലക്കാട് ജില്ലയിൽ നെല്ല് സംഭരണ വില നൽകുന്നത് ബാങ്കുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. കടക്കെണിയിലേക്ക് പോകുന്നുവെന്ന് കർഷകരും പറയുന്നു. വളം വാങ്ങാൻ പോലും പണമില്ല. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ ഒഴിവാക്കി പൊതുമേഖലാ ബാങ്കുകൾ വഴി വില നൽകാനുള്ള പദ്ധതി UDF സർക്കാർ റദ്ദാക്കിയതും പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. പാലക്കാട് നിന്ന് സന്തോഷ് സർലിംഗാണ് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷ്, എന്താണ് പാലക്കാട്ടെ സാഹചര്യം? ഈ LDF സർക്കാരിന്റെ കാലത്ത് അവിടെ നിലനിന്നിരുന്ന പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയാണ്, കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ വഴി അവർക്ക് പണം ലഭ്യമാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ UDF സർക്കാർ വന്ന് 2 മാസം തികയുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും അതിനിടയിൽ അവർ ആ ഒരു സർക്കാർ നൽകിയിരുന്ന സഹായം, അത്തരത്തിലുള്ള ബാങ്കുകളുടെ ഏർപ്പെടുത്തിയിരുന്ന കാര്യങ്ങളൊക്കെ റദ്ദാക്കി. അത് SBIയും മറ്റ് ബാങ്കുകൾ വഴിയായി. ഇപ്പോൾ എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് കർഷകരെന്നാണ് മനസ്സിലാക്കുന്നത്. അക്ഷയ് ചൂണ്ടിക്കാണിച്ച പോലെ വളരെ ഗുരുതരമായൊരു പ്രതിസന്ധി തന്നെയാണ് പാലക്കാട് നെൽകർഷകർക്ക് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട്. ഏറ്റവും കൂടുതൽ ഭൂമി നെൽകൃഷിക്കായി ഉപയോഗിക്കുന്ന ഒരു പാലക്കാട്. ഇവിടെ 10,000-കണക്കിന് പേരുടെ അഭയമാണ് ഈ നെൽകൃഷി എന്ന് പറയുന്നത്. ഏക ആശ്രയവും അവരുടെ വരുമാന മാർഗവുമാണ് നെൽകൃഷി എന്ന് പറയുന്നത്. ഈ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസത്തിൽ 2ാം വിള നെൽകൃഷി പൂർത്തിയായി. അതിനുശേഷം വിള സർക്കാർ സംഭരിച്ചു. ഈ സപ്ലൈകോ വഴിയാണ് സംഭരിക്കുക. പക്ഷേ അതിൻ്റെ വിലയാണ് ഈ കഴിഞ്ഞ 3 മാസമായി ഇതുവരെ കർഷകർക്ക് ലഭിക്കാത്തത്. ഈ സപ്ലൈകോയുടെ കണക്കനുസരിച്ച് സംസ്ഥാന വ്യാപകമായി ഏകദേശം 1,600 കോടി രൂപയുടെ നെല്ല് സംഭരിച്ചിട്ടുണ്ട്. അതിൽ 400 കോടിയോളം രൂപ പാലക്കാട് മാത്രമാണ് നൽകാനുള്ളത്. ഈ പൈസയാണ് ലഭിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായി വിവിധ സർക്കാർ ഓഫീസുകൾക്ക് കയറി ഇറങ്ങുന്നത് കർഷകർ. ഈ വില നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക നൂലാമാലകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് സപ്ലൈകോയ്ക്ക് ആ തുക അത്രയും ഒരുമിച്ച് നൽകാൻ കഴിയാത്തതുകൊണ്ട് ഈ സഹകരണ ബാങ്കുകൾ, ജില്ലയിൽ തന്നെയുള്ള സഹകരണ ബാങ്കുകളോട് വായ്പയായി നൽകാനാണ് ഈ തുക, അതായത് അവരുടെ വിളത്തുക വായ്പയായി നൽകാനാണ് LDF സർക്കാർ ആവശ്യപ്പെട്ടത്. അതുപ്രകാരം ഒരു കൺസോർഷ്യമൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ പിന്നീട് വന്ന UDF സർക്കാർ ആ സഹകരണ ബാങ്കുകൾ വഴി വായ്പ നൽകുന്നത് സപ്ലൈകോയോട് നിർത്താൻ ആവശ്യപ്പെട്ടു. പകരം പൊതുമേഖലാ ബാങ്കുകൾ, പ്രത്യേകിച്ച് SBI, കാനറ തുടങ്ങി 2 ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കൺസോർഷ്യം വഴി ഈ വായ്പയായി നൽകാനാണ് ആവശ്യപ്പെട്ടത്. ഈ കൺസോർഷ്യം വായ്പ നൽകണമെങ്കിൽ അതിൻ്റെ ഒരു ഗ്യാരണ്ടി തുക സംസ്ഥാന സർക്കാർ നൽകണം. ആദ്യം ഒരു ഘട്ടത്തിൽ കുറച്ച് തുക സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അങ്ങനെ പ്രാരംഭ നടപടിക്രമങ്ങൾ പൂർത്തിയായി. അതിനുശേഷം ആ തുക തീർന്നപ്പോൾ, അതായത് ആ തുകയുടെ ലിമിറ്റേഷൻ തീർന്നപ്പോൾ ഈ ബാങ്കുകൾ കർഷകർക്ക് വായ്പ നൽകുന്നത് നിർത്തുകയും ചെയ്തു. ആ നിർത്തിയതോടുകൂടി വലിയ രീതിയിൽ കർഷകർ പ്രതിസന്ധിയിലായി. കാരണം ഈ മാർച്ച് ഏപ്രിൽ മാസം 2ാം വിള നെല്ല് സംഭരിക്കുകയും അത് കഴിയുകയൊക്കെ ചെയ്തു. ഇനി അടുത്ത സീസണിലേക്കുള്ള കൃഷി നിലമൊരുക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത്. നമുക്കറിയാം, മഴ അങ്ങനെ കൃത്യമായ ഈ സമയത്ത് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനായി കുറച്ച് ചിലവുകൾ കൂടുതലുണ്ട്. പ്രത്യേകിച്ച് നിലമുഴുതണം, വളം വാങ്ങിക്കണം, നെല്ല് വാങ്ങിക്കണം, വിത്ത് വാങ്ങിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതായത് ഒരു ആരംഭഘട്ടത്തിലെ ചിലവുകൾ കുറേയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ തവണത്തെ പൈസ കിട്ടിയാൽ മാത്രമേ കർഷകന് അടുത്ത തവണ നെല്ല് ഇടാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതാണ് ഇപ്പോൾ കഴിയാത്തത്. പലരും സ്വർണവും ഭൂമിയും ഒക്കെ പണയം വെച്ചൊക്കെയാണ് പൈസ സ്വരൂപിച്ച് ഇപ്പോൾ ഈ കൃഷി നടത്തുന്നത് പോലും. അപ്പോൾ കഷ്ടപ്പാടിനുള്ള തുക ലഭിച്ചാൽ മതി, അതാണ് ലഭിക്കാത്തത്. അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് പാലക്കാട് ജില്ലയാണ്. കഴിഞ്ഞ 3 മാസമായി ഇത് തുടരുന്നു. ഓരോ ഘട്ടത്തിലും മന്ത്രിസഭ തീരുമാനിക്കും ഈ തുക നൽകാൻ എന്നൊക്കെ കർഷകരോട് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നടന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ സപ്ലൈകോയുടെ പല ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയൊക്കെ ചെയ്തതുപോലെ ഈ ഫയൽ വർക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ടുണ്ട് എന്നും കർഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അക്ഷയ്, സന്തോഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നെൽകർഷകരുടെ ആശങ്ക പരിഹരിക്കും, നെല്ല് സംഭരണം വേഗത്തിലാക്കും, അതിലെ തുകയൊക്കെ കൃത്യമായ രീതിയിൽ നൽകുമെന്നതൊക്കെ. പക്ഷേ ആ നിലയ്ക്കൊന്നും പാലക്കാട്ടെ മാത്രമല്ല, മറ്റു നെൽകർഷകർക്കും മറ്റു ജില്ലകളിലെ കർഷകർക്ക് പോലും പരിഗണന ലഭിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. അതിൽ ഈ നെല്ല് സംഭരണവും കർഷകർക്കുള്ള പണവും ഒക്കെ കൃത്യമായി നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ LDF സർക്കാർ കൊണ്ടുവന്ന ഒരു കാര്യം പോലും UDF സർക്കാർ അത് നിർത്തലാക്കുന്നു. പ്രതിസന്ധി രൂക്ഷമാകുന്നു. എന്താണ് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ തലത്തിലുള്ള ഇടപെടലുകളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
ടി സിദ്ദിഖിനാണ് കൃഷി വകുപ്പിൻ്റെ ചുമതല. പാലക്കാടുള്ള വിവിധ കർഷക സംഘടനകൾ ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് കൃഷിമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യത്തിലുള്ള പ്രതിസന്ധി അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് പ്രതിസന്ധി പരിഹരിക്കാൻ ഇപ്പോൾ സർക്കാരിനെ കഴിയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കുകളുടെ കൺസോർഷ്യത്തിന് ഒരു ഗ്യാരണ്ടി തുക സർക്കാർ നൽകുകയും ആ ഗ്യാരണ്ടി തുകയുടെ അടിസ്ഥാനത്തിൽ വായ്പയായി PRS വായ്പയായി കർഷകർക്ക് തുക നൽകുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ UDF സർക്കാരിൻ്റെ രീതി എന്ന് പറയുന്നത്. ഈ സർക്കാർ നൽകിയ ഗ്യാരണ്ടി തുക തീർന്നു അപര്യാപ്തമായി എപ്പോഴാണ് ഈ കർഷകർക്ക് തുക നൽകുന്നത് നിൽക്കുകയും ചെയ്തത്. അപ്പോൾ ഇനി മന്ത്രിസഭാ യോഗം കൂടുതൽ തുക ഗ്യാരണ്ടിയായി ബാങ്കുകൾക്ക് നൽകാൻ തീരുമാനിക്കണം. ഇതിനായി സപ്ലൈകോയ്ക്ക് പണം നൽകണം. ഇത് മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് കൃഷിമന്ത്രി പാലക്കാടിലെ വിവിധ കർഷക സംഘടനകളെ അറിയിച്ചിരുന്നു. പക്ഷേ തീരുമാനമുണ്ടായില്ല. അതങ്ങനെ തന്നെ നീണ്ടു പോവുകയാണ്. അപ്പോൾ സ്വാഭാവികം അടുത്ത മന്ത്രിസഭാ യോഗത്തിലെങ്കിൽ അത് തീരുമാനമുണ്ടാകണം. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വരുമാന മാർഗം നിലച്ചു പോയാൽ അത് ജില്ലയുടെ തന്നെ മൊത്തത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ നെൽകർഷകരുള്ളത്. പക്ഷേ പാലക്കാട് തന്നെ ഒറ്റയ്ക്ക് 500 കോടിയോളം നൽകണം. ബാക്കിയുള്ള ജില്ലകളുടെ കണക്കെടുത്താൽ അത് 100-150 കോടി രൂപയാണ് കടമായി കർഷകർക്ക് നൽകാനായി ബാക്കിയുള്ളത്. പക്ഷേ പാലക്കാടാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇപ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എത്രയും വേഗം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടുത്തെ വിവിധ കർഷക സംഘടനകൾ മന്ത്രിയെ കാണുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അന്തിമമായി ഇക്കാര്യത്തിൽ മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുക്കേണ്ടത്. ബാങ്കുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതും കൺസോർഷ്യത്തിന് അനുവദിച്ചിരിക്കുന്ന തുക തീർന്നു എന്നത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിൽ തുക കിട്ടിയില്ല എങ്കിൽ അടുത്ത കാലത്തേക്കുള്ള നെൽകൃഷി അത് കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ തന്നെയാണ് വിവിധ കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. കർഷക സംഘം അടക്കമുള്ള സംഘടനകളാകട്ടെ ഇക്കാര്യത്തിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോയാലോ എന്ന് പോലും ആലോചിക്കുന്നുണ്ട്. അക്ഷയ്.